ലഹരി പരിശോധനയ്ക്കിടെ ഇറങ്ങി ഓടി ഷൈൻ ടോം ചാക്കോ എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. കൊച്ചി സിറ്റി പോലീസ് സംഘം ഹോട്ടലിൽ പരിശോധനയ്ക്ക് എത്തിയ സമയത്താണ് നടൻ ഇത്തരത്തിൽ ഇറങ്ങി ഓടിയത്. അതുകൂടാതെ നടി വിൻസി അലോഷ്യസ് ഇത്തരത്തിലൊരു കഴിഞ്ഞ ദിവസം ഒരു പരാതി കൊടുത്തിരുന്നു. ഈ ഒരു പരാതിയുടെ പുറകെയാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധനയ്ക്ക് പോലീസ് അവിടെ പോയത്. എന്താണ് സാർ കൂടുതൽ വിവരങ്ങൾ? അഖില, ഇപ്പോൾ ഒരു സൂപ്പിൽ ചാടിയ അവസ്ഥയാണ് നടൻ ഷൈൻ ടോം ചാക്കോയ്ക്ക്. കാരണം അദ്ദേഹത്തിനെതിരെ രണ്ട് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണുള്ളത്. രണ്ടും സത്യത്തിൽ നേരിട്ട് ബന്ധമുള്ള കാര്യങ്ങളുമല്ല. കാരണം കഴിഞ്ഞ ദിവസമാണ് വിൻസി അലോഷ്യസ് തനിക്ക് ഒരു യുവനടനിൽ നിന്ന് മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി എന്നും അത് ഒരുപക്ഷെ ലഹരിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് എന്ന രീതിയിലത്തേക്കൊക്കെയുള്ള ചില കാര്യങ്ങൾ ഇന്ന് പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ തുടർന്ന് തന്നെയാണ് ഒരുപക്ഷെ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട് ഒരു റെയ്ഡിന് കൊച്ചി പോലീസ് പോയത്. പക്ഷേ ഇത് രണ്ടും അൺകണക്റ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒന്നാമത്, ഇവിടെ പരാതിക്കാരിയായിട്ട് പോലീസിന് ഒരു പെറ്റീഷനൊന്നും തന്നെ വിൻസി അലോഷ്യസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇതുവരെ വന്നിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് അവർ 4 സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള സംഘടനകളിലാണ്, അല്ലെങ്കിൽ തൊഴിലിടവുമായി ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിക്കേണ്ടുന്ന സംഘടനകളിലാണ് അവരിപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത്. ഒരു രേഖാമൂലം പോലീസിൽ പരാതി കൊടുത്തതായിട്ട് നിലവിൽ അറിവില്ല. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. മറിച്ച് ഇവിടെ വന്നിരിക്കുന്നത് കൊച്ചി പോലീസുമായി ബന്ധപ്പെട്ട് തന്നെ ആ ഡിസ്ട്രിക്റ്റിലുള്ള ഈ നാർക്കോട്ടിക്സ് പോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നോക്കുന്ന, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഡാൻസ് ഓഫ് സംഘമാണ് അവിടെ റെയ്ഡിന് വന്നിരിക്കുന്നത്. അപ്പോൾ കൊച്ചിയിൽ അദ്ദേഹം ഒരു ഹോട്ടലിൽ താമസിക്കുകയാണ്. അവിടെ രാത്രിയിൽ ഈ ഡാൻസ് ഓഫ് സംഘം എത്തുന്നു. അദ്ദേഹം അവിടെ ഉണ്ട് എന്നറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് 3ാമത്തെ നിലയിലുള്ള ആള് ജനൽ വഴി ചാടി 2ാമത്തെ നിലയുടെ മുകളിൽ വരുന്നു. എന്നിട്ട് അതിനുശേഷം അവിടെ നിന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുന്നു. പിന്നീട് സ്റ്റെപ്പ് വഴി ഇറങ്ങി ഓടുന്നു. പുറത്തുനിന്ന് കണ്ടിരിക്കുന്ന ഒരു ഇരുചക്ര വാഹനത്തിനെ അദ്ദേഹം കൈ കാണിച്ച് നിർത്തി അതിൽ കയറി പോകുന്നു എന്നാണ് വാർത്തകളിൽ നിന്ന്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇറങ്ങി ഓടുകയും അതിസാഹസികമായി രക്ഷപ്പെടുകയും ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം എന്താണ് എന്നുള്ളതാണ് പ്രധാനം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2015 മറ്റോ ആണ് കേരളത്തിലുള്ള ആദ്യത്തെ കൊക്കൈൻ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ കൊച്ചിയിൽ ഒരു സ്ഥലത്ത് കുറേയധികം ആൾക്കാർ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നൊരു വിവരം അവിടെ പോലീസിന് കിട്ടുന്നു. പോലീസ് അവിടെ പോകുന്നു, അവിടെ റെയ്ഡ് നടത്തുന്നു. ഏതാണ്ട് 3-4 സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു. ഷൈൻ ടോം ചാക്കോ എന്ന നടനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇവരെ കൊക്കൈനൊക്കെ തന്നെ കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ ആ കേസ് പിന്നീട് ഇങ്ങനെ നീണ്ടുപോവുകയും അതിൻ്റെ വിധി ഏതാനും 1-2 മാസങ്ങൾക്ക് മുൻപാണ് വരികയും ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇവരെല്ലാവരും തന്നെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്, ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള ആൾക്കാർ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കണ്ടെത്തൽ, ലഹരി അവിടെ നിന്ന് പിടിച്ചെടുത്തിരുന്നു. അത് ലഹരിയാണ് എന്ന കാര്യത്തിൽ, കൊക്കൈനാണ് എന്ന കാര്യത്തിൽ തർക്കമുണ്ടായിരുന്നില്ല. പ്രതിയിൽ നിന്ന് തന്നെ ലഹരി വസ്തു കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഒരു സാങ്കേതികത ഉണ്ടായിരുന്നു. അതിലെ 1ാം പ്രതി എന്ന് പറയുന്നത് ഒരു സ്ത്രീ എന്തുവാണ്. അപ്പോൾ അവരുടെ ദേഹപരിശോധന നടത്തുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു വനിതാ ഗസറ്റഡ് ഓഫീസർ അവിടെ പോലീസിനൊപ്പം ഉണ്ടായിരിക്കണം എന്ന് ഒരു നിയമമുണ്ട്. പക്ഷെ അവിടെ ഉണ്ടായിരുന്നത് ഒരു പുരുഷ ഗസറ്റഡ് ഓഫീസറാണ്. അപ്പോൾ അതുകൊണ്ട് ദേഹപരിശോധന നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സാന്നിധ്യമില്ല, അദ്ദേഹം മാറി നിൽക്കുകയാണ്. അപ്പോൾ ഒരു വനിതാ ഗസറ്റഡ് ഓഫീസർ ഇല്ല എന്ന കാരണത്തിന്റെ പേരിൽ അവരുടെ കയ്യിൽ നിന്ന് ഈ ലഹരി കണ്ടെത്തിയെങ്കിലും അത് നിലനിൽക്കാത്ത രീതിയിലത്തേക്കുള്ള ഒരു കാര്യമായിട്ട് കോടതിയുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെ സാങ്കേതികമായിട്ടുള്ള കുറേയധികം പ്രശ്നങ്ങളാണ്. അപ്പോൾ ലഹരി കണ്ടെടുത്തു, ലഹരി പിന്നീട് ഉപയോഗിച്ചു എന്ന രീതിയിലത്തേക്കുള്ള ഒരു റിപ്പോർട്ട് കിട്ടിയില്ല. ഇവരാരും തന്നെ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു ലാബ് റിപ്പോർട്ടും മറ്റും കിട്ടുകയും ഒക്കെ തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ കേസ് വലിയ കോളിളക്കം സൃഷ്ടിച്ച കേസാണ്. പിന്നീട് ഈ അടുത്ത ദിവസമാണ് ഒരു സ്ത്രീ അറസ്റ്റിലാകുന്ന സമയത്ത് ഇവിടെ ശ്രീനാഥ് ഭാസി, പിന്നെ ഷൈൻ ടോം ചാക്കോ തുടങ്ങിയ ആൾക്കാർക്കൊക്കെ തന്നെ ഇവർ ലഹരി സപ്ലൈ ചെയ്യുമായിരുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. അപ്പോൾ അവരെ അറിയാം, പക്ഷേ ഈ രീതിയിലത്തേക്കുള്ള ബന്ധമൊന്നും ഇല്ല എന്നൊക്കെ തന്നെ ശ്രീനാഥ് ഭാസി അടക്കമുള്ള നടന്മാരൊക്കെ തന്നെ പറയുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ ഒരു റെയ്ഡ് ഉണ്ടാവുകയും ഡാൻസ് ഓഫ് സംഘം എത്തുമ്പോഴേക്കും ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. എന്തായാലും പാതിരാത്രി ഇദ്ദേഹം ജോഗിങ്ങിനൊന്നും പോകുന്നതല്ലല്ലോ. നമുക്കറിയാമല്ലോ, പോലീസ് അല്ലെങ്കിൽ അന്വേഷണ സംഘം വരുന്ന സമയത്ത് എന്നാ ഓടിക്കളയാം എന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമില്ല. ഇവിടെ വന്നിരിക്കുന്നത് ഒരു തെറ്റുകാരൻ്റെ പെരുമാറ്റം പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പെരുമാറ്റം ഉണ്ടാകുന്നത്. അതല്ലായിരുന്നുവെങ്കിൽ തൻ്റെ മുറിയിലേക്ക് ഒരു അന്വേഷണ സംഘം എത്തുമ്പോൾ എന്തിനാണ് വന്നിരിക്കുന്നത്, ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് സഹകരിക്കേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും റെയ്ഡോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന് വാറണ്ട് ഉണ്ടോ, നിങ്ങൾക്കത് ചെയ്യാം എന്ന സധൈര്യം അതിനെ നേരിടുന്നതിന് പകരം എന്തോ ഒളിക്കാനുള്ളത് കൊണ്ടാണ് എന്ന തോന്നൽ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്ന രീതിയിലത്തേക്കുള്ള പെരുമാറ്റമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അദ്ദേഹം ഇറങ്ങി ഓടുന്നു. നേരത്തെ പറഞ്ഞതുപോലെ അതിസാഹസികമായിട്ട് അദ്ദേഹം സ്വന്തം ആരോഗ്യത്തിനെ പോലും റിസ്ക് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്ന ഒരു കാര്യം നടത്തുന്നു.
അപ്പോൾ അങ്ങനെ ഇറങ്ങി ഓടുന്നു, മുകളിലത്തെ നിലയിൽ നിന്ന് പൂളിലേക്ക് ചാടുന്നു, പിന്നെ സ്റ്റെയർ കേസ് വഴി ഇറങ്ങി ഓടുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പരോക്ഷമായിട്ടുള്ള ഒരു കുറ്റസമ്മതം തന്നെയാണ് അത് എന്ന ബോധ്യം മാത്രമേ പൊതുസമൂഹത്തിനുള്ളൂ. കാരണം അല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഈ അന്വേഷണവുമായിട്ട് സഹകരിക്കാമായിരുന്നു. രണ്ടാമത് ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മുടെ നാട്ടിലെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു വ്യവസ്ഥാപിത നിയമ സംഹിതയുണ്ട്. ആ നിയമവ്യവസ്ഥയോട് നമ്മൾ എല്ലാവരും തന്നെ സഹകരിക്കുക, അതിനോട് ആദരവ് പുലർത്തുക എന്നുള്ളത് ഏതൊരു പൗരനും, ഏതൊരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്വന്തം ഉത്തരവാദിത്തമായിട്ട് കൂടി അതിനെ കാണേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ പലപ്പോഴും സിനിമക്കാര് സ്പോർട്സ് താരങ്ങളെയൊക്കെ തന്നെ ഒരു ബ്രാൻഡ് അംബാസഡർ ആയിട്ടാണ് പൊതുവേ കാണുന്നത്. ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിന്റെ ബ്രാൻഡ് അംബാസഡർ എന്ന നിലയ്ക്കല്ല, മറിച്ച് യുവാവാണ് എങ്കിൽ ഒരു യൂത്ത് ഐക്കൺ എന്ന രീതിയിലത്തേക്ക് തന്നെ യുവത്വത്തിനെ പൊതുവെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു യൂത്ത് ബ്രാൻഡ് അംബാസഡർ എന്ന രീതിയിലത്തേക്കൊക്കെ തന്നെ പലരെയും കാണാറുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഈ പൊതുസമൂഹത്തിന്, യുവാക്കൾക്ക് ഒക്കെ ഇതുവഴി നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അദ്ദേഹം ഇറങ്ങി ഓടുന്നത് കൊണ്ട് അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പോലീസിൽ നിന്ന് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് താൻ രക്ഷപ്പെട്ടിരിക്കുകയാണ് എന്നൊക്കെയുള്ള ഒരു ചിന്ത അദ്ദേഹത്തിനുണ്ടോ എന്നും എനിക്കറിയില്ല. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ കാണുന്നത് മലയാള സിനിമയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണം എന്തായിരിക്കും എന്നുള്ളതിലാണ്. കാരണം ഇത് അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സിനിമയിലെ ലഹരി ഉപയോഗത്തിനെക്കുറിച്ച്, സിനിമയിലുള്ള പുരുഷന്മാർ സ്ത്രീകളോട് മോശമായി പെരുമാറുന്നതിനെക്കുറിച്ച് ഒക്കെ വളരെ കാര്യമായിട്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ പൊതുസമൂഹത്തിൽ ചർച്ചകളുണ്ട്. ആ ചർച്ചകൾ ഒരുപക്ഷെ ഇതര ഭാഷകളുടെ ഇൻഡസ്ട്രികളിൽ പോലും സമാനമായിട്ടുള്ള കമ്മിറ്റികളും മറ്റും ഉണ്ടാകണം. കൂടുതൽ സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ ഉണ്ടാകണം, അത് പ്രാവർത്തികമാക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം, ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി ഉണ്ടാകണം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്ത്യയിലുള്ള മറ്റ് പല ഇൻഡസ്ട്രികളിലും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് സിനിമയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നത് സിനിമയിൽ വളരെ വ്യാപകമായിട്ടുള്ള ലഹരി ഉപയോഗമുണ്ട് എന്ന് പ്രൊഡ്യൂസേഴ്സൊക്കെ തന്നെ ഇതിനു മുമ്പും പലപ്പോഴും പത്രസമ്മേളനമൊക്കെ നടത്തി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആരൊക്കെയാണ് ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ച് പൊതുസമൂഹത്തിനുള്ള ധാരണയേക്കാൾ കൂടുതൽ കൃത്യതയോടുകൂടിയിട്ടുള്ള ഒരു ധാരണയുള്ളത് സിനിമക്കാർക്ക് തന്നെയാണ്. എന്നിട്ടും ഇങ്ങനെ തുടർച്ചയായി ചീത്തപ്പേര് കേൾപ്പിക്കുന്ന ആൾക്കാരെ തുടർച്ചയായി സിനിമകളിൽ സഹകരിപ്പിക്കുക, ഇവരെല്ലാവരും മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകങ്ങളാണോ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ നമുക്ക് ഡിഫറിങ് ഒപ്പീനിയൻസ് ഉണ്ടായിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരെ തുടർച്ചയായിട്ട് സിനിമകളിൽ സഹകരിപ്പിക്കുന്ന നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവർക്കൊക്കെ എന്ത് തരത്തിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയാണുള്ളത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമ്മൾ പലപ്പോഴും പറയും ഈ സിനിമകളൊക്കെ തന്നെ നല്ല സന്ദേശം നൽകണം എന്നൊക്കെ. ഒരു കലാരൂപം ഒരു നല്ല സന്ദേശം നൽകിക്കൊള്ളണം എന്ന് അറ്റ്ലീസ്റ്റ് ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊരു എന്റർടൈൻമെന്റ് വാല്യൂ മാത്രം നോക്കി നടത്തേണ്ടുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ സിനിമ തുടങ്ങിയ കലാരൂപങ്ങൾക്കെല്ലാം തന്നെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഈ സിനിമക്കാർ എന്തിനാണ് വളരെ ഒഫൻഡിങ് ആയിട്ടുള്ള, ഹാബിച്വൽ ഒഫൻഡേഴ്സ് ആയിട്ടുള്ള, റിപ്പീറ്റ് ഒഫൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് തുടർച്ചയായിട്ട് അവരൊക്കെ എന്തോ സിനിമയുടെ അവിഭാജ്യ ഘടകമാണ്, അവരില്ലെങ്കിൽ സിനിമയില്ല എന്ന മട്ടിലൊക്കെ തന്നെ ഇവരെ സഹകരിപ്പിച്ച് വീണ്ടും സിനിമ ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ തന്നെ നടി മാല പാർവതിയുടെ ഒരു പ്രതികരണം ഞാൻ കണ്ടു. ഇപ്പോൾ വിൻസി അലോഷ്യസുമായി ബന്ധപ്പെട്ട വിഷയം പരാമർശിക്കപ്പെട്ടതുകൊണ്ട് ഇതൊക്കെ തന്നെ ഒരുപക്ഷെ സിനിമയിൽ പലരും ഒരു തമാശ രീതിയിലത്തേക്ക് പറയുന്ന സ്റ്റേറ്റ്മെന്റുകളാണ്. അപ്പോൾ ഈ തമാശയുടെയും അതൊരു ക്രൈമായി മാറുന്നതിൻ്റെയും ഒക്കെ ലൈൻ വളരെ നേർത്തതാണ് എന്നൊക്കെ. അപ്പോൾ ഈ രീതിയിലത്തേക്കുള്ള അഭിപ്രായങ്ങളുള്ള, ന്യായീകരണങ്ങളുള്ള നിരവധി ആൾക്കാരുമുണ്ട് നമ്മുടെ സമൂഹത്തിൽ. സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, എല്ലായിടത്തുമുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊന്നും തന്നെ നല്ല രീതിയിലത്തേക്കുള്ള ഒരു ലൈറ്റിൽ നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയെ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കൃത്യമായ രീതിയിലത്തേക്കുള്ള നടപടിയാണ് ഉണ്ടാകേണ്ടത്. ഈ നിമിഷം വരെയും പോലീസ് പിന്നീട് എന്താണ് ഇതിൽ സ്വീകരിച്ചിരിക്കുന്നത്? അദ്ദേഹം അവിടെ നിന്ന് ചാടി ഓടി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പോലീസിന്റെ ഉത്തരവാദിത്വം അവിടെ തീരുകയാണോ? മറ്റെന്തൊക്കെ നടപടികൾ പോലീസിന് ഇതിൽ സ്വീകരിക്കാനായിട്ട് സാധിക്കും തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള പ്രതികരണം വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല നിലവിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ തന്നെ അങ്ങേയറ്റം മോശമായിട്ടുള്ള, ഈ സിനിമ ഇൻഡസ്ട്രി ഡീപ്ലി കറപ്റ്റാണ്, ഇത്രത്തോളം ലഹരി ഉപയോഗമുള്ള, ഇത്രത്തോളം ക്രിമിനലൈസ്ഡ് ആയിട്ടുള്ള കുറേയധികം ആൾക്കാർ ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ട് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പൊതുധാരണയാണ് ഇതുണ്ടാക്കുന്നത്. അതിനെ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ എല്ലാം മാറ്റിക്കൊണ്ട് വളരെ വ്യക്തമായ രീതിയിലത്തേക്ക് ഇതിൽ ക്രമക്കേടുകളൊന്നുമില്ല, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, നല്ല ബിഹേവിയർ ഉള്ള, സമൂഹത്തിന് മാതൃകയായിട്ടുള്ള, യുവാക്കൾക്ക് മാതൃകയായിട്ടുള്ള ആൾക്കാർ മാത്രമാണ്, ഒരു തലമുറയ്ക്ക് മാതൃകയാക്കാവുന്ന ആൾക്കാർ മാത്രമാണ് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഉള്ളത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഈ സംഘടനകളാണ്. അതിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉണ്ട്, നമ്മൾ ഈ പറയുന്ന പോലെ ഫെഫ്ക, മാക്ട്ര, അമ്മ തുടങ്ങിയ എല്ലാ സംഘടനകളും ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്തം എന്താണ് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. കാരണം മലയാളത്തിലെ ചില യുവ നടന്മാരുൾപ്പെടെ പലരുടെയും പേരിൽ ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് മുമ്പും ഇതേപോലെ ആരോപണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവർക്കൊന്നും തന്നെ സിനിമ കിട്ടുന്നതിന് ഒരു പഞ്ഞവും നമ്മൾ കണ്ടിട്ടില്ല.
അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ വീണ്ടും തുടർച്ചയായിട്ട് വിളിച്ച് അഭിനയിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവരുടെ സെറ്റുകളിൽ വീണ്ടും ഈ ലഹരി വ്യാപനവും ഒക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ഞാൻ പറയുന്നത് ഈ പേര് പറയപ്പെടുന്ന നടന്മാരെ മാത്രമല്ല ഈ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരേണ്ടത്, മറിച്ച് അവരുടെ സിനിമ സെറ്റിനെ തന്നെയാണ്, അവരുടെ പ്രൊഡ്യൂസേഴ്സിനെയാണ്, ഡയറക്ടേഴ്സിനെയാണ്. അതല്ല എങ്കിൽ ഇങ്ങനെയുള്ള പുഴുക്കുത്തുകളൊക്കെ തന്നെ എന്നേ ഇൻഡസ്ട്രിയുടെ പുറത്ത് ആകേണ്ടതാണ്. പക്ഷെ അത്രത്തോളം ഒരുപക്ഷെ ഇൻഡസ്ട്രി മലീമസമായിട്ടുണ്ട് എന്നാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സൂചിപ്പിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.